ഗുഡ് മോർണിംഗ്. നോർത്ത് ഗോവയിൽ കുറച്ച് പ്ലേസൊക്കെ കവർ ചെയ്യാനായിട്ട് ഇന്ന് നമ്മൾ പോവുകയാണ്. അപ്പോൾ കുറച്ച് പ്ലേസൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാം. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഈ ഹോട്ടലിനെ പറ്റിയിട്ടെല്ലാം ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇന്നലത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലേസ് നമ്മൾ ഇന്നലെ പോയതും ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഡ്ഡലി ഉണ്ട്, പുറത്ത് ദോശ. എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ, ഇല്ലാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ ഇഡ്ഡലി സാമ്പാറൊന്നും നമ്മുടെ ടേസ്റ്റ് അല്ല, എന്നാലും കുറേ ഐറ്റംസ് ഉണ്ട്. മസാല ദോശയും ഓംലെറ്റും ഒക്കെ ലൈവായിട്ടും, പിന്നെ ഏത് വേണമെന്ന് നോക്കിയാൽ മതി. അങ്ങനെ പൂരി, എല്ലാ സാധനവും ഉണ്ട്. ഇതാണ് ഹോട്ടലിൻ്റെ പൂൾ ഏരിയ. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഭയങ്കര വെയിലാണ്. ഡ്രിങ്ക്സ് സെറ്റപ്പാണ്, എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഫുഡെല്ലാം നന്നായിരുന്നു, ഓവറായിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇനിയൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. അതാണ് റെഡിയായി ഇറങ്ങിയത്. നേരെ റൂമിൽ പോയിട്ട് ഇവന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് നമുക്കൊന്ന് ആദ്യത്തെ ലൊക്കേഷനിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ഒരു സ്ഥലം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അവിടെ പോകുമ്പോൾ കാണിച്ചു തരാൻ ഏതാണ്. പോണ വഴിയാണ് കുറേ കടകളൊക്കെ ഉണ്ട്. ഇത് തളർന്നു പോയി. ടാറ്റ, ഈ ടാറ്റ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ടാറ്റ ടാറ്റ ടാറ്റ. വണ്ടി കയറുമ്പോൾ കിടന്ന് ഉറങ്ങും. എന്നിട്ട് അവന് ടാറ്റ പോവുകയാണ് നമ്മള്. ഇഷ്ടപ്പെട്ടു. മങ്കേഷ് ടെമ്പിൾ.
ശ്രീ മങ്കേഷ് ടെമ്പിൾ. ശിവന്റെ അവതാരമായ മങ്കേഷ് ഭഗവാനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. വിഗ്രഹത്തിന് ഏകദേശം 450 വർഷത്തിലേറെ പഴക്കമുണ്ട്. ക്ഷേത്രമുറ്റത്തെ ദീപസ്തംഭമാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ആകർഷണമായിട്ടുള്ളത്. ഉത്സവ സമയത്ത് വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ശിവരാത്രി. ക്ഷേത്രത്തിൽ കർശനമായ വസ്ത്രധാരണ രീതികളുണ്ട്. രാവിലെ 6 മുതൽ വൈകുന്നേരം 10 വരെ ദർശന സമയം. ഉച്ചയ്ക്ക് നട അടയ്ക്കുന്ന സമയം മുൻകൂട്ടി പരിശോധിക്കുന്നത് നല്ലതാണ്. നല്ല വെയിലുള്ളത് കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പതിയെ നടന്നു പോകാനൊന്നും പറ്റില്ല. അവിടെ നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബാക്കി നിങ്ങൾ വീഡിയോയിൽ കണ്ടു നോക്കിയാൽ മതി. ചൂടായി നടന്നോ? ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂട് തറ. ചൂട് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല. ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. ഇവിടുന്ന് വാങ്ങിച്ചതാണ് മാല. सात दिन रहेंगे, 50 दिन पानी लगाओ तो ब्लॉक. वन वीक रखो. नहीं चल तो लेमन से निकल नहीं चल. സോപ്പ് തേച്ചാൽ കുഴപ്പമുണ്ടോ? സോപ്പ് തേച്ചാൽ കുഴപ്പമില്ലല്ലോ. ये सोपे कैसे ब्रश नेल पॉलिश. എൻ്റെ കൈ കാണിക്കാനല്ല ബേബി, അച്ഛൻ്റെ കൈ നോക്ക്. തിരിച്ച് എൻ്റെത് കാണിച്ചു കൊടുക്കും. ക്യാമറ എങ്ങനെ തിരിച്ചാൽ ഇവിടെ ഒരു പിടി. ഇവ നോക്ക്, അവനൊരു എക്സ്പ്രഷനും ഇല്ല. നമ്മൾ പോയ ടെമ്പിൾ കുറച്ച് സൗത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ ഹോട്ടലിൽ നിന്ന് കുറച്ച് ദൂരം വന്നാണ് അവിടെ പോയത്. തിരിച്ച് നോർത്തിൻ്റെ അങ്ങോട്ടാണ് പോണത്. ഇപ്പോൾ പോണ ചർച്ച് ഏതാണ് സ്ട്രീറ്റ് അടുത്ത്? ഓൾഡ് ലേഡി ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ച്. ആ, അടുത്ത ലൊക്കേഷൻ നമ്മുടെ അതാണ്. ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഫുഡ് ഏതെങ്കിലും ഹോട്ടൽ കണ്ടാൽ കയറിയിട്ട്, ഇവിടെ അങ്ങനെ ഹോട്ടൽസ് ഒന്നും കാണില്ല. ഇന്നലത്തെ അതേ ഇത് തന്നെയാണ്. റോഡൊക്കെ നല്ലതാണ്, അതുകൊണ്ട് പെട്ടെന്ന് സ്ഥലത്തൊക്കെ എത്തും. വണ്ടി റെന്റിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥലം കുറച്ചൊക്കെ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. ബട്ട് വർത്തായിട്ടുള്ളത് പോണതായിരിക്കും നല്ലത്. കാരണം ഈ വെയിലത്ത് ചുമ്മാ കുറേ സ്ഥലങ്ങൾ പോയിട്ട് കാര്യമില്ല. നമ്മൾ ഇപ്പം അങ്ങനെയാണ് നോക്കുന്നത്. കുറച്ച് അത്യാവശ്യം കേട്ടിട്ടുള്ളതും അങ്ങനെ ആയിട്ടുള്ള കുറച്ച് സ്ഥലം കവർ ചെയ്യുന്നു. പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കൂടുതലും പോകാം ഉച്ചയ്ക്ക് ശേഷം. അത് ബീച്ച് തന്നെയാണ്. അപ്പോൾ ഒരു ബീച്ചിൽ പോയിട്ട് മാക്സിമം അവിടെ സ്പെൻഡ് ചെയ്യാം, ഇന്നലത്തെ പോലെ. അങ്ങനെ ആയിരിക്കും ഇന്നും. ഉച്ചയ്ക്ക് മുൻപൊക്കെ പോകുന്നത് ഒരു ചടങ്ങ് പോലെയാണ് ഈ സ്ഥലം. അവിടെ സ്ഥലം കാരണം ഭയങ്കര ചൂടും വെയിലും. എൻജോയ് ചെയ്യാനും പറ്റില്ല, കൂടുതൽ നിന്ന് കാണാനൊന്നും പറ്റില്ല. കുറേ പ്ലേസ് ഒന്നും അങ്ങനെ കവർ ചെയ്യണില്ല. വർത്തായിട്ടുള്ളത് മാത്രമായിട്ട് കുറച്ച് പോയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകും. ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ഇവയ്ക്ക് മതിയായി.
മോഡല് ഷിപ്പ് പോയി, കഴിഞ്ഞ ഷിപ്പ് കേട്ടോ. കാസിനോ. കെട്ടിടങ്ങൾക്കൊക്കെ കാണുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട് നമ്മുടെ അവിടുത്തെ ഉള്ളതിൽ നിന്ന്. ഈ ഒരു മോഡേൺ ടച്ച് കെട്ടിടങ്ങൾ കുറവാണ്. പുതിയ പുതിയ പ്ലാൻ അങ്ങനത്തെ ടൈപ്പ് അല്ല, ഇതെല്ലാം ഓൾഡ് ഫാഷൻഡ് ടൈപ്പ് തന്നെ. പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന ടൈപ്പ്, മുംബൈയിലൊക്കെ ചിലപ്പോൾ കാണാറുള്ളത് പോലെയും. മുംബൈയിൽ ഞാൻ പോയിട്ടില്ല, സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ചർച്ചല്ലേ, ഈ ചർച്ചല്ലേ നമ്മൾ വന്നത്? ചർച്ചല്ലേ, ഇതാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. കറക്റ്റ്. പാർക്കിംഗ് എവിടെയാണ്? ഇവിടെ പാർക്ക് ചെയ്തൊന്ന് നോക്കിയിട്ട് വന്നെങ്കിൽ കൂടുതൽ വെയിൽ കൊള്ളാതെ വരാമായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. സ്റ്റെപ്പ് ആണ് മോഡൽ ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പ് ഫ്രണ്ടിൽ. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോണ റൂട്ടാണ്. നമ്മുടെ ഹോട്ടലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. അപ്പോൾ അവിടെ അടുത്തായിട്ടൊരു റിവറുണ്ട്, അവിടെ ബോട്ടും കുറച്ച് ബോട്ടുണ്ട്. ബോട്ട് സർവീസ്. അഗോഡ് ജയിൽ മ്യൂസിയം ഇങ്ങോട്ടാണ്. അഗോഡ ഫോർട്ട് ജയിൽ മ്യൂസിയം ഇങ്ങോട്ടാണ്. കുറച്ച് ഹൈറ്റിലാണ് അല്ലേ, നല്ല മുകളിലോട്ട് കയറുന്നു. കുറച്ച് ഇങ്ങനത്തെ പ്ലേസ്, കാട് വഴിയാണ്. 4 wheelers 100. दो ഇതിലേ അല്ലേ? ഇപ്പുറത്തോട് നടന്നത് ഇതിലേ അല്ലേ? ഇതല്ലേ? അഗോഡ ഫോർട്ട്
1612 പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിച്ചത്. ഡച്ചുകാരുടെയും മറാത്ത സൈന്യത്തിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും ഗോവയെ സംരക്ഷിക്കാനായിരുന്നു ഇവർ ഇത് നിർമ്മിച്ചത്. അഗ്വ എന്നാൽ പോർച്ചുഗീസ് ഭാഷയിൽ വെള്ളം എന്നാണ് അർത്ഥം. കപ്പലുകൾക്ക് ശുദ്ധജലം നൽകിയിരുന്ന ഒരു വലിയ ശുദ്ധജല ഉറവ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അഗ്വാഡ എന്ന പേര് വന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ലൈറ്റ് ഹൗസിൽ ഒന്നാണിത്. മുകളിൽ നിന്നും അറബിക്കടലിൻ്റെ കാഴ്ച നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. കോട്ടയുടെ ഒരു ഭാഗത്ത് പണ്ട് ജയിലായി ഉപയോഗിച്ചിരുന്നു. ഗോവയിലെ തന്നെ ഏറ്റവും വലിയ ജയിലിൽ ഒന്നാണിത്. കോട്ടയ്ക്കുള്ളിലെ കൂറ്റൻ ടാങ്കിൽ ഏതാണ്ട് 20 ലക്ഷം ഗാലൻ വെള്ളം സംഭരിക്കാനുള്ള ശേഷിയുണ്ട്. നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വെയിലുള്ളത് കൊണ്ട് ടൈം സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല ചൂടാണ്. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ടുള്ളതേ ഉള്ളൂ. ഫോർട്ടാണ്, അതായത് കോട്ട പുറത്ത്. മണ്ണുള്ള സ്ഥലം ഇപ്പൊ ഇവിടെ വന്നിട്ട് മണ്ണ് ഫേസ് കാണുമ്പോൾ എന്തോ വിചാരം ഇവിടുത്തെ മണ്ണാണ്. അവന് ഇതിന്റെ മുകളിൽ കയറി ചാടണം. മുകളിലത്തെ ഹോളിലൊക്കെ കയറി താഴോട്ട് നോക്കണം. അതൊക്കെ പോസിബിൾ ആണോ? ഇവിടെ വെച്ചിട്ട് യുബി വീണ് ചെറുതായിട്ടാണ് വീണ് മൂക്കിൻ്റെ അവിടെ നല്ല സ്ക്രാച്ചായി. അത് അടുത്ത് കാണുന്ന ഇതിൽ ക്ലിയറായിട്ട് കാണിച്ചിട്ടില്ല ഞങ്ങൾ, എന്നാലും കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡ് പോയി. പിന്നെ ഞങ്ങൾ റൂമിൽ പോകാമെന്നാണ് കരുതിയത്. എന്നാലും അവൻ കുറച്ചൊന്ന് കളിക്കട്ടെ, ആ ഒരു മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട്
പോകുന്ന വഴിക്ക് ബീച്ചിൽ കയറി. സോ അടുത്ത ഡെസ്റ്റിനേഷനാണ് ഈ ബീച്ച്. കലാംകുട്ടെ ബീച്ച്. ഷോപ്പിംഗ് കോംപ്ലക്സും വേറൊരു രീതിയിൽ. കലാംകുട്ട ബീച്ച്, ബാഗ ബീച്ചിലൊന്നും നമ്മൾ പോയില്ല, കാരണം അവിടെ ഭയങ്കര റഷായിരിക്കും എന്നാണ് ഒരാൾ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ നോക്കിയപ്പോൾ തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ ഓരോ ബീച്ചിൻ്റെ ഏരിയയിലും എല്ലാം ഷോപ്പിങ്ങിന് നല്ല കടകളുണ്ട്. റേറ്റ് എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് അറിയില്ല, എന്നാലും ഡ്രസ്സും ഇതുപോലെ ഡ്രസ്സ് അടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ്, പിന്നെ ക്യാഷ്യൂ, മെയിനായിട്ട് ഇവിടുത്തെ ഇത് ക്യാഷ്യൂ തന്നെയാണ്. ചെരുപ്പും ഓർണമെൻറ്റ്സ് അങ്ങനത്തെ എല്ലാ കടകളും ഉണ്ട്. ബാഗ്, അത് ബീച്ച് അല്ലാത്ത ഏരിയയിലും ഇതുപോലത്തെ കടകൾ ധാരാളം ഉണ്ട്. നൈറ്റൊക്കെ നല്ല തിരക്കാണ് എല്ലാ ഏരിയയിലും. ഞങ്ങൾ ഹോട്ടലിൻ്റെ പോണ വഴിയാണ്, ഹോട്ടലിലോട്ട് പോണ വഴി ഇങ്ങനെ ഇരിക്കും രാത്രി സമയങ്ങളിലുള്ള അവിടുത്തെ നോർത്ത് ഗോവ. തിരക്കാണ്, നല്ല തിരക്കാണ്. പിന്നെ നല്ല കളർഫുള്ളാണ് ലൈറ്റൊക്കെ ആയിട്ട്. ഞാൻ വ്ളോഗ് നേരത്തെ അവസാനിപ്പിച്ചതാണ്, എന്നാലും ഞാൻ കുറച്ചുകൂടെ ചേർക്കാമെന്ന് വെച്ചു. നമ്മൾ റൂമിലെത്തിയിട്ട് കുളിച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഒരാളുടെ കയ്യിൽ ടാറ്റു കണ്ടു. അയ്യോ, ഇന്നത്തെയാണ്. ഇന്ന് നമ്മൾ അവിടെ വെച്ച് ടാറ്റു എടുത്തില്ലേ, ആ ടാറ്റു തന്നെയാണ്. ഇന്ന് തന്നെ പോയി. അയാൾ പറഞ്ഞ് ഒരാഴ്ച കിടക്കുമെന്ന്, ഒരാഴ്ച. പക്ഷെ എൻ്റെത് കൊണ്ട് കേട്ടോ, ഞാൻ സോപ്പ് തേച്ചിട്ടുണ്ടായിരുന്നു. നാളെ പോകുമായിരിക്കും. നാളെ ചെക്കൗട്ട് ആവും, അതിന് കളിക്കാന്ന് വിചാരിച്ചു.